ഭീഷണിയായി മരണജലം. ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരുടെ എണ്ണവും മരണവും 2024 മുൻ വർഷങ്ങളെക്കാൾ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യക്തമാണ്. 2020-21 വർഷങ്ങളിൽ കോവിഡ് സാഹചര്യമായതിനാൽ മറ്റു പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും കുറവായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ ഫോക്കസ് കോവിഡിലായതിനാൽ ആ വർഷങ്ങളിൽ മറ്റു രോഗങ്ങൾ കൃത്യമായി പരിശോധിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ സാധിച്ചോ എന്നും സംശയം. ഈ വർഷം രോഗം ഇത്രയധികം പകരാനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ വേണം. നഗരങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലരുന്നതിലെ വർധനയുമാണ് രോഗബാധ കൂടാനുള്ള കാരണമെന്ന് കരുതാം. ഡോക്ടർ രാജീവ് ജയദേവൻ മലയാള മനോരമ ആരോഗ്യ പങ്ക്തിയിൽ ഇതേക്കുറിച്ച് ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് ഒരു പ്രത്യേകതയുണ്ട്. മലിനജലത്തിൽ അത് മാസങ്ങളോളം നശിക്കാതെ കിടക്കും. വിസർജ്യത്തിലൂടെ പുറത്തുവരുന്ന വൈറസ് വെള്ളത്തിൽ കലരും. പിന്നീട് എപ്പോഴെങ്കിലും ഈ വെള്ളം ഒരാളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ രോഗമുണ്ടാക്കും. അത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമാകാം. 2015 ഒക്ടോബർ കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലകളിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നുപിടിച്ചു. ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന കനാലിൽ കലർന്ന ശുചിമുറി മാലിന്യം പൈപ്പ് വെള്ളം വഴി വീടുകളിലെത്തിയതായിരുന്നു കാരണം. 2016 നവംബറിൽ എറണാകുളം ജില്ലയിലെ ഒരു മേഖലയിൽ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിച്ചു. ഒരു ഹോട്ടലിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിതർ തയ്യാറാക്കിയ നാരങ്ങാവെള്ളം കുടിച്ചതാണ് രോഗവ്യാപനത്തിന് കാരണമായത്. തുടർ വർഷങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഏറ്റവും പുതിയതായി ഇപ്പോൾ 2024 ഏപ്രിലിൽ എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ രോഗബാധ. ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന കുളത്തിൽ നിന്ന് ശുചിമുറി മാലിന്യം കലർന്ന വെള്ളം പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്തതാണ് കാരണമെന്ന് കരുതപ്പെടുന്നു. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ 2015 രോഗബാധിതരുടെ എണ്ണം 980, മരണം 10. 2016 രോഗബാധിതരുടെ എണ്ണം 1351, മരണം 10. 2017 രോഗബാധിതരുടെ എണ്ണം 988, മരണം 24. 2018 രോഗബാധിതരുടെ എണ്ണം 1369, മരണം 5. 2019 രോഗബാധിതരുടെ എണ്ണം 1620, മരണം 7. 2020 രോഗബാധിതരുടെ എണ്ണം 464, മരണം 2. 2021 രോഗബാധിതരുടെ എണ്ണം 114, മരണം 0. 2022 രോഗബാധിതരുടെ എണ്ണം 1125, മരണം 3. 2023 രോഗബാധിതരുടെ എണ്ണം 6424, മരണം 14. 2024 രോഗബാധിതരുടെ എണ്ണം 25567, മരണം 84. വായ വഴി, അതായത് കുടിവെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ആമാശയത്തിലെ ആസിഡ് പുറമേ നിന്നെത്തുന്ന അണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കും. എന്നാൽ ആ ആസിഡിന്റെ അതിജീവിക്കാനുള്ള ശേഷി ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനുണ്ട്. ആമാശയത്തിൽ നിന്ന് ഇത് കുടലിലെത്തി രക്തത്തിൽ കലർന്ന് കരളിലെത്തും. വൈറസിനെ കരൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഛർദി, മനംപിരട്ടൽ, മഞ്ഞപ്പിത്തം, കരൾവീക്കം തുടങ്ങിയവയാണ് അനന്തരഫലങ്ങൾ. നേരത്തെ തന്നെ കരൾവീക്കമുള്ളവരിൽ രോഗം ഗുരുതരമാകുകയും മരണമുണ്ടാക്കുകയും ചെയ്യും. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കലാണ് ഹെപ്പറ്റൈറ്റിസ് എയെ പ്രതിരോധിക്കാനുള്ള മാർഗം. കിണറ്റിൽ നിന്നെടുക്കുന്ന വെള്ളമാണെങ്കിൽ അത് തിളപ്പിച്ചുപയോഗിക്കാം. അല്ലെങ്കിൽ നല്ല ഇനം വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കാം. പുറത്തുനിന്ന് കുടിക്കുന്ന വെള്ളവും ശീതളപാനീയങ്ങളും ശുദ്ധമാണെന്ന് ഉറപ്പാക്കുകയാണ് രോഗബാധയെ തടയാനുള്ള വഴി. നല്ലതല്ലെന്ന് ചെറിയ സംശയം തോന്നിയാൽ കുടിക്കരുത്. ആധുനിക വാട്ടർ പ്യൂരിഫയറുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസുകളെ ഫിൽറ്റർ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയെ പ്രതിരോധിക്കാനുള്ള വാക്സിനും ലഭ്യമാണ്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പങ്ക്തി എഴുതിയ ഡോക്ടർ രാജീവ് ജയദേവൻ IMA കേരള റിസർച്ച് സെൽ മേധാവിയും ഗാസ്ട്രോ എൻട്രോളജിസ്റ്റുമാണ്.